ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന്. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് പ്രകൃതിയുടെ പ്രവർത്തനപരമായ അടിസ്ഥാന യൂണിറ്റാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രവർത്തനപരമായ അടിസ്ഥാന യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. ഇനി നമ്മളൊരു എക്കോസിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം അവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അവിടെ കാണപ്പെടുന്ന ഓർഗാനിസങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റുമായിട്ടും അവർ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതായത് ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ജീവജാലങ്ങൾ എല്ലാവരും പരസ്പരം ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റുമായിട്ടും അവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പരസ്പരമുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിൽ കൂടി മാത്രമാണ് ഒരു എക്കോസിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത്. എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടേമാണ് ആഗോള ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോസിസ്റ്റം. ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ദ എൻറ്റയർ ബയോസ്ഫിയർ ആണ്. അതായത് ബയോസ്ഫിയറിനെ മുഴുവനായിട്ടും ഒരു ഒറ്റ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥ. ഈ ആഗോള ആവാസ വ്യവസ്ഥയെ നമ്മൾ രണ്ട് തരത്തിലാണ് പറയുന്നത്. ആഗോള ആവാസ വ്യവസ്ഥ രണ്ട് തരത്തിൽ അല്ലെങ്കിൽ 2 ടൈപ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും അറിയപ്പെടുന്നത്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ കര ആവാസ വ്യവസ്ഥ. അതായത് കരയിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം കൂടി ഒരു എക്കോസിസ്റ്റമായിട്ട് കാണപ്പെടുന്നു. ഇതാണ് കര ആവാസ വ്യവസ്ഥ. ഈ കര ആവാസ വ്യവസ്ഥയ്ക്ക് വരുന്ന എക്സാമ്പിളുകളാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട് ഇങ്ങനെയുള്ളവ. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, അതുപോലെ മരുഭൂമികൾ ഇങ്ങനെയുള്ളവയൊക്കെയാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ കര ആവാസ വ്യവസ്ഥയിൽ വരുന്നത്. ഗ്ലോബൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആഗോള ആവാസ വ്യവസ്ഥയിലെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ വെള്ളത്തിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റം. ഈ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ, അതുപോലെ നദികൾ, എസ്റ്റുറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങൾ ഇങ്ങനെയുള്ളവ. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്റുറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങൾ. ഇനി നമ്മൾ ഈ പറഞ്ഞ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും അക്വാട്ടിക് എക്കോസിസ്റ്റവും അല്ലാതെ മറ്റൊരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം കൂടിയുണ്ട്. അതാണ് മാൻമെയ്ഡ് എക്കോസിസ്റ്റം. മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ തന്നെ നിർമ്മിക്കുന്ന, മനുഷ്യരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തന്നെ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റമാണ് മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ് ക്രോപ്പ് ഫീൽഡ് അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, അതായത് നമ്മുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു ക്രോപ്പിനെ മാത്രമായിട്ട് അല്ലെങ്കിൽ പല ക്രോപ്സിനെ മാത്രമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു. ഇങ്ങനെയുള്ളതാണ് ക്രോപ്പ് ഫീൽഡ് അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ. ഇനി മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് അക്വേറിയം. എപ്പോഴും നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ് ഈ അക്വേറിയം. നെക്സ്റ്റ് നോക്കുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അതായത് ഒരു ആവാസ വ്യവസ്ഥയുടെ ഘടനയും അതിൻ്റെ ധർമ്മങ്ങളും എന്തൊക്കെയാണ്. ആവാസ വ്യവസ്ഥയുടെ ഘടനയും ധർമ്മങ്ങളുമാണ് നമ്മളിനി നോക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയുടെ കമ്പോണൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 കമ്പോണൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 2 ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 കാറ്റഗറി കമ്പോണൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അവയാണ് എബയോട്ടിക് കമ്പോണൻസും ബയോട്ടിക് കമ്പോണൻസും.
ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ജീവീയ ഘടകങ്ങളും അതുപോലെ അജീവീയ ഘടകങ്ങളും. ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന ജീവീയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് ആ ഒരു സിസ്റ്റത്തിൽ കാണുന്ന ജീവനുള്ള എല്ലാ ഓർഗാനിസംസും. അതായത് ജീവനുള്ളവയെ എല്ലാം കൂടി ഉൾപ്പെടുത്തുന്നത് ജീവീയ ഘടകം അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസിലും, ജീവൻ ഇല്ലാത്തവ അതായത് മണ്ണ് അങ്ങനെയുള്ള ഈ എക്കോസിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവനില്ലാത്ത ബാക്കി എല്ലാ ആളുകളെയും നമുക്ക് എബയോട്ടിക് കമ്പോണൻസ് അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങൾക്കകത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനവുമായി അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്കോസിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന സ്പീഷീസുകളെല്ലാം പലതരത്തിലുള്ള സ്പീഷീസുകൾ കാണും നമ്മൾ ഏത് എക്കോസിസ്റ്റം നോക്കിയാലും. അപ്പം ഈ എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള സ്പീഷീസുകളെല്ലാവരും പല ലെയറുകളായിട്ടാണ് ഒരു എക്കോസിസ്റ്റത്തിൽ കാണുന്നതെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന്. ഇനി നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സ്പീഷീസുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ഏറ്റവും വലിപ്പം കൂടിയ ലാർജ് ട്രീസ് മുതൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ചെറിയ ചെറിയ പുല്ല് വർഗത്തിലുള്ള പ്ലാന്റ്സിനെ വരെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ നോക്കിയാൽ ഏറ്റവും വലിപ്പം കൂടിയ മരങ്ങളെല്ലാം നിൽക്കുന്നത് ഒരു ലെവലിലും അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ പ്ലാന്റ്സ് എല്ലാം മറ്റൊരു ലെവലിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നീളം കൂടിയവ എല്ലാവരും ഏറ്റവും നീളം കൂടിയവരെ എല്ലാവരും ഈ ലെവലിലാണ് കാണുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി നീളം കുറഞ്ഞവരെല്ലാം ഈ ഒരു ലെവലിലുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ലോവർ ഫോംസിലേക്ക് വരികയാണെങ്കിൽ അതായത് നമ്മുടെ ഷ്രബ്സ് പോലെയുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർ മറ്റൊരു ലെവലിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും ഏറ്റവും ലോവർ ഫോംസ് അതായത് സൈസിൽ ഏറ്റവും ചെറിയ ഫോംസായ ഹെർബ് അതുപോലെ ഗ്രാസസിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹെർബിനെ നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ലെവലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴത്തെ ലെവലിലായിട്ട് നമുക്ക് ഗ്രാസസ് അല്ലെങ്കിൽ പുല്ലുവർഗ്ഗങ്ങളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള സ്പീഷീസുകളെ ഈ ഒരു രീതിയിൽ പല ലെയറുകൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ലെവൽസുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കമ്പോണൻറ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിടെ ഒരു എക്കോസിസ്റ്റം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റത്തിന് കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളാണ് ആദ്യത്തേത് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉൽപാദനക്ഷമത എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം അല്ലെങ്കിൽ നമ്മൾ അതിനെ ജീർണനം എന്നും പറയുന്നുണ്ട്. മറ്റൊന്നാണ് എനർജി ഫ്ലോ അല്ലെങ്കിൽ ഊർജ പ്രവാഹം. നെക്സ്റ്റ് ആണ് ന്യൂട്രിയൻ്റ് സൈക്ലിംഗ് അല്ലെങ്കിൽ പോഷകങ്ങളുടെ ചാക്രിക പ്രവാഹം. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉൽപാദനം. മലയാളത്തിൽ നമ്മൾ അതിനെ ഉൽപാദനം എന്ന് പറഞ്ഞു. ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിൽ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ബയോമാസിൻ്റെ റേറ്റിന് പറയുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനമെന്ന്. അതായത് ഒരു എക്കോസിസ്റ്റത്തിലെ എല്ലാ ജീവജാലങ്ങളും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ബയോമാസിൻ്റെ റേറ്റ് അതിൻ്റെ പ്രൊഡക്ഷന് പറയുന്ന പേരാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനമെന്ന്. ഇനി ഈ ഉൽപാദനത്തിനെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് തരംതിരിക്കുന്നുണ്ട്. അവയാണ് പ്രാഥമിക ഉൽപാദനമെന്നും ദ്വിതീയ ഉൽപാദനമെന്നും.
അതിൽ പ്രാഥമിക ഉൽപാദനം അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാഥമിക ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിലുള്ള പ്ലാന്റ്സ്, അതായത് ഫോട്ടോസിന്തസിസിന് ഏബിൾ ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ നടത്തുന്ന പ്രൊഡക്ടിവിറ്റിയാണ് പ്രാഥമിക ഉൽപാദനം അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് സ്വന്തമായിട്ട് ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള എല്ലാ ആളുകളും. അതിന് എക്സാമ്പിളാണ് ഗ്രീൻ പ്ലാന്റ്സ്. അപ്പം ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് നടത്തുന്ന പ്രൊഡക്ഷന് പറയുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രാഥമിക ഉൽപാദനം. ഈ പ്രാഥമിക ഉൽപാദനത്തിൻ്റെ റേറ്റ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റുകൾ ഒന്ന് വെയിറ്റിലും പറയാം അല്ലെങ്കിൽ എനർജിയുടെ ലെവലിലും പറയുന്നുണ്ട്. വെയിറ്റ് ആണെങ്കിൽ g/-2 എനർജിയുടെ ലെവലിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ kcal/m/-2 നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ദ്വിതീയ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന കൺസ്യൂമേഴ്സ് നടത്തുന്ന പ്രൊഡക്ഷൻ, അതായത് കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കളുണ്ട്. സെക്കൻഡ് ലെവലിൽ വരുന്ന ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നടത്തുന്ന പ്രൊഡക്ഷന് പറയുന്ന പേരാണ്. അത് കൺസ്യൂമേഴ്സ് നടത്തുന്ന ഓർഗാനിക് മാറ്ററിൻ്റെ ഫോർമേഷന് പറയുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ദ്വിതീയ ഉൽപാദനം എന്ന. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് ചെയ്യുന്നത്. അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് നടത്തുന്നതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇനി സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ തന്നെ വീണ്ടും നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാഥമിക ഉൽപാദനം എന്ന് പറഞ്ഞതിനെ തന്നെ നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അവ രണ്ടുമാണ് GPPയും NBPയും. GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് നടത്തുന്ന പ്രൊഡക്ടിവിറ്റിയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു പ്രൈമറി ആ എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി അതുവഴി നിർമ്മിക്കുന്ന മുഴുവൻ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രൊഡക്ഷന് പറയുന്ന റേറ്റ് ആണ് GPP അല്ലെങ്കിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന്. അതായത് ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രൊഡക്ടിവിറ്റിയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നടന്നിട്ട് ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ബയോമാസിൻ്റെ ഒരു കുറച്ച് പെർസെൻറ്റേജ് അവിടെയുള്ള ഓർഗാനിസങ്ങൾ അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, ഒരു എക്കോസിസ്റ്റത്തിലെ മുഴുവൻ പ്രൊഡക്ടിവിറ്റിയും കൂടെ ചേർത്തിട്ട് നമ്മൾ GPP അല്ലെങ്കിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. ഈ GPP നടന്നിട്ട് ഉണ്ടാകുന്ന ബയോമാസ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന എനർജിയുടെ ഒരു ചെറിയ പെർസെൻറ്റേജിനെ അവിടെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് പോലെയുള്ളവ അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ റെസ്പിറേഷൻ നടന്നതിന് ശേഷം ബാക്കിയുള്ളതിനെ വിളിക്കുന്ന പേരാണ് NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന്. അപ്പം NPP എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാൻ സാധിക്കുന്നതാണ് GPP-R ആണ് NPP എന്ന്. R എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ ശ്വസന നിരക്കാണ് R എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഉണ്ടായതാണ് GPP, അതിൽ നിന്നും റെസ്പിറേഷൻ നടന്നതിന് ശേഷം ബാക്കി വരുന്നതാണ് NPP എന്നറിയപ്പെടുന്നത്. GPP-R ആണ് NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ NPP എന്നറിയപ്പെടുന്നതാണ് ഹെട്രോട്രോപ്സുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നറിയപ്പെടുന്നതിനെയാണ് ഹെട്രോട്രോപ്സുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
അപ്പം ആദ്യം മുഴുവൻ ഉണ്ടാകുന്നതിനെ നമ്മൾ GPP എന്ന് പറയുന്നു. അതിൽ കുറച്ച് പെർസെൻറ്റേജ് പ്ലാന്റ്സ് അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. റെസ്പിറേഷൻ നടന്നതിന് ശേഷം ബാക്കിയുള്ളതിനെ NPP എന്ന് പറയുന്നു. ഈ NPP ആണ് അതിനുശേഷം ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലാത്ത ബാക്കി ഹെട്രോട്രോപ്സ് ഒക്കെ അവരുടെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബയോമാസ് ആണ് NPP എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻസ്, അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാഥമിക ഉൽപാദനം എന്ന് പറയുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ റേറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ആ ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്പീഷീസ്. അപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ആ എക്കോസിസ്റ്റത്തിലുള്ള പ്ലാന്റിൻ്റെ സ്പീഷീസിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും അവിടെയുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് നന്നായിട്ട് അവർക്ക് നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനം നന്നായിട്ട് നടത്താൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ തന്നെ മറ്റു ചില സ്പീഷീസുകൾക്കൊന്നും അതിനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ സ്പീഷീസിനെ അനുസരിച്ചിട്ടിരിക്കും അവിടെയുള്ള പ്രൊഡക്ടിവിറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഫാക്ടറാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതായത് അവിടെ കാണപ്പെടുന്ന ടെമ്പറേച്ചർ, അതുപോലെ തന്നെ റെയിൻഫോള്, ഇങ്ങനെയുള്ളതുമൊക്കെ ആ ഒരു പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഫാക്ടറാണ് ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി. നല്ലതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സസ്യത്തിന് നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താനും അതുപോലെ അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു റേറ്റ് കൂട്ടിയിരുത്താനും സാധിക്കത്തുള്ളൂ. മറ്റ് ഒരു ഫാക്ടറാണ് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്. നമ്മളൊരു പ്ലാന്റിനെ നോക്കിക്കഴിയുമ്പോൾ അതിന് നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളവരാണെങ്കിൽ അവരുണ്ടാക്കുന്ന ബയോമാസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതും കൂടിയിരിക്കും. ഇനി ഫോട്ടോസിന്തസിസ് ചെറിയ രീതിയിൽ മാത്രമാണ് നടക്കുന്നതെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ബയോമാസിൻ്റെ അളവെന്ന് പറയുന്നത് കുറവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 4 ഫാക്ടേഴ്സാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. നമ്മൾ ആനുവൽ NPPയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബയോസ്ഫിയറിൽ നടക്കുന്ന ആനുവൽ NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 170 ബില്യൺ ടൺസ് ആണ് ഉണ്ടാകുന്നത്. 170 ബില്യൺ ടൺസ്. ഡ്രൈ വെയിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഡ്രൈ വെയിറ്റ് നോക്കുമ്പോൾ 170 ബില്യൺ ടൺസ് ഓഫ് ഓർഗാനിക് മാറ്ററിനെയാണ് ഒരു ബയോസ്ഫിയറിൽ നടക്കുന്ന ആനുവൽ NPPയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് തന്നെ ഓഷ്യൻ അല്ലെങ്കിൽ നമ്മൾ സമുദ്രത്തിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഉള്ളത് 55 ബില്യൺ ടൺസ് ആണ് അവിടെ ഉണ്ടാകുന്നത്, ഓർഗാനിക് മാറ്റർ അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറാണ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് വിഘടനം എന്നും ജീർണനം എന്നും. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം അല്ലെങ്കിൽ ജീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്ന ആ ചെറിയ ഫോമുകൾക്ക് എക്സാമ്പിളാണ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകളായ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അതുപോലെ ന്യൂട്രിയൻസ്. അപ്പം ലാർജ് അതായത് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയലിനെ മൈക്രോ ഓർഗാനിസങ്ങൾ പോലെയുള്ള ഡീകമ്പോസറുകളുടെ സഹായത്തോടു കൂടി വിഘടിപ്പിച്ച് ചെറിയ ചെറിയ ഇനോർഗാനിക് പാർട്ടിക്കിൾസുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം. ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടത്തുന്നതിന് ചില മെറ്റീരിയൽസ് വേണം. അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ആണ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സസ്യങ്ങളും ജന്തുക്കളും ചത്തുപോയതിന് ശേഷം കാണപ്പെടുന്ന അവരുടെ ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ് ഡീകമ്പോസിഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അത് നമ്മൾ സസ്യങ്ങളുടെ കേസിലാണ് പറയുന്നതെങ്കിൽ കൊഴിഞ്ഞു വീണിട്ടുള്ള ഇലകൾ,
അതുപോലെ ചില മരങ്ങളുടെയൊക്കെ ഒടിഞ്ഞു വീണിട്ടുള്ള അതിൻ്റെ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ചസ്, പിന്നെ അതിൻ്റെ കൊഴിഞ്ഞു വീണ പൂക്കളുടെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെയുള്ളവരെയാണ് ഡീകമ്പോസിഷന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്. ഇനി ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഫീക്കൽ മാറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ആനിമൽസ് ചത്തുപോയതിനു ശേഷം അവരുടെ ചത്തതിന് ശേഷമുള്ള ആ ഡെഡായിട്ടുള്ള മാറ്ററും അതുമാണ് കമ്പോസിഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത്, ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പല സ്റ്റെപ്പുകളായിട്ടാണ്. ഇപ്പം ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഇപ്പം നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റെപ്പുകൾ, അതായത് ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഈ ഓർഡറിൽ തന്നെയാണ് പഠിച്ചിരിക്കേണ്ടത്. അതായത് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഓർഡറിൽ തന്നെ, ഓരോ പ്രോസസ്സുകളും നടന്നതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഓർഡറിൽ തന്നെയാണ് ഇത് പഠിച്ചു വെക്കേണ്ടത്. ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഇതിൽ ആദ്യത്തെ പ്രോസസ്സാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്നതാണ്. ചെറിയ സ്മോൾ പാർട്ടിക്കിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റ് എന്ന്. ഇപ്പം കുറച്ച് നീളമുള്ള ഒരു വസ്തുവിനെ നമ്മൾ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതിന് ആ വലിയ പാർട്ടിക്കിളിൻ്റെ ഫ്രാഗ്മെന്റുകളാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ചെറിയ പാർട്ടിക്കിൾസ് എന്ന്. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതാവശിഷ്ടങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന മൃതാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെട്രിറ്റ്യൂസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോളർ പാർട്ടിക്കിൾസ്, ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പം ഇങ്ങനെ മൃതാവശിഷ്ടങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആരാണ്? ഡെട്രിറ്റിവോറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഓർഗാനിസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബ്സ്. അല്ലെങ്കിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എർത്തുവേം ഒക്കെ ഉള്ളവരാണ്. എർത്തുവേം എന്നൊക്കെ പറയുന്ന ചെറിയ ഓർഗാനിസങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പം ഡെട്രിറ്റിവോർസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു എക്കോസിസ്റ്റത്തിലുള്ള മൃതാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെട്രിറ്റ്വസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫ്രാഗ്മെന്റേഷൻ നടത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ സ്മോളർ പാർട്ടിക്കിൾസിന് തന്നെ ചിലതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പം ഇങ്ങനെ വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം അവർ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു. അപ്പം വെള്ളത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം, അതായത് ഫ്രാഗ്മെന്റേഷൻ നടന്നു വന്ന പാർട്ടിക്കിൾസിൽ ഉള്ള ചിലവർ വെള്ളത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം സോയിലിൻ്റെ അടിയിലേക്ക് പോവുകയും അങ്ങനെ അവർ സോയിലിൻ്റെ അടിയിലായിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഒരു അവശിപ്തമായിട്ട് രൂപപ്പെടുന്നു. ഇങ്ങനെ അവശിപ്തമായിട്ട് രൂപപ്പെടുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലീച്ചിങ് എന്ന്. അപ്പം ഈ ഫ്രാഗ്മെന്റേഷൻ നടന്നിട്ട് വരുന്ന ആ ഒരു ഫ്രാഗ്മെന്റേഷൻ്റെ പ്രോഡക്റ്റുകൾ അതിൽ ചിലതിനെ നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതായിരിക്കും. ഇങ്ങനെ വാട്ടറിൽ ലയിച്ചു ചേരുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇനോർഗാനിക് ന്യൂട്രിയൻസ് വെള്ളത്തിൽ ലയിച്ചു ചേർന്നതിന് ശേഷം മണ്ണിൻ്റെ അടിയിലേക്ക് അവർ പോകുന്നു. അങ്ങനെ മണ്ണിൻ്റെ അടിയിലായിട്ട് അവർ ഒരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ അവശിപ്തമായിട്ട് രൂപപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണ് ലീച്ചിങ് എന്ന്. ലീച്ചിങ് നടന്നതിന് ശേഷം അടുത്ത പ്രോസസ്സിൻ്റെ പേരാണ് കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം. കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും ബയോളജിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാപചയം. അതായത് ഉപചയം എന്ന് പറയുന്ന പ്രോസസ്സും അപചയം എന്ന് പറയുന്ന പ്രോസസ്സും കൂടി ചേരുന്നതാണ് മെറ്റബോളിസം. ഇപ്പം മെറ്റബോളിസത്തിൽ നമ്മൾ പറയുന്നു ആനബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അതായത് ഉപചയവും ഉണ്ട്, അപചയവും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം.
കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ഫോമിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ഫോംസ് ആക്കി മാറ്റുന്നു. അതിന് പറയുന്ന പേരാണ് കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം. അപ്പം നമ്മുടെ എക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ ഡീകമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാറ്റബോളിസം അല്ലെങ്കിൽ അപചയം എന്ന് പറയുന്നത് ബാക്ടീരിയയുടെയും അതുപോലെ ഫംഗസിലുമുള്ള എൻസൈംസിന്റെ സഹായത്തോടു കൂടി ഡെട്രിറ്റുവേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ഇനോർഗാനിക് ഫോംസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അപചയം അല്ലെങ്കിൽ കാറ്റബോളിസം. അപ്പം അപചയം അല്ലെങ്കിൽ കാറ്റബോളിസം നടത്തുന്നത് ബാക്ടീരിയയും ഫംഗസുമാണ്. അവരുടെ ഉള്ളിൽ കാണപ്പെടുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ പ്രോസസ്സ് നടത്തുന്നത്. ഇനി അപചയം എന്ന് പറയുന്ന പ്രോസസ്സിൽ ബാക്ടീരിയയും ഫംഗസും ചെയ്യുന്നത് എന്താണ്? അവർ ഡെട്രിറ്റ്യൂസ് അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങളെ അവർ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ചിട്ട് സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളാക്കി മാറ്റുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹ്യൂമിഫിക്കേഷൻ. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ 3 സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതാണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു സോയിലിൽ. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാർക്ക് കളേർഡായിട്ടുള്ള ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആണ് ഹ്യൂമസ് എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ മണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫലപുഷ്ടി കൂടിയ ഒരു ഇരുണ്ട നിറത്തോടു കൂടിയ പരൽ രൂപമില്ലാത്ത ഒരു സോയിൽ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ പേരാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായി. അതായത് അവിടെ ഒരു ആദ്യത്തെ സ്റ്റേജിൽ ഒരു ഡെഡ് ഓർഗാനിക് മാറ്റർ ആയിരുന്നു. അതിനെ നല്ലതുപോലെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇപ്പോഴവർ നല്ലതുപോലെ മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്നു. ആ ഒരു അവസ്ഥയിൽ കാണപ്പെടുന്ന പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് ഹ്യൂമസ് എന്ന്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറത്തോടു കൂടിയ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സോയിലിൻ്റെ പാർട്ടിക്കിൾ തന്നെയാണ് ഹ്യൂമസ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഹ്യൂമസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിലൊരുപാട് ന്യൂട്രിയൻസ് കാണുമായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ ഹ്യൂമസിൽ നടക്കുന്നത്. അപ്പം ഹ്യൂമസ് എന്ന് പറയുന്നത് മൈക്രോബിയൽ ആക്ഷന് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ഈ ഹ്യൂമസിൽ ഇനി നടക്കുന്ന ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ റേറ്റിൽ സ്ലോ റേറ്റിൽ മാത്രമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളുമാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡീകമ്പോസിഷന്റെ അവസാനത്തെ സ്റ്റേജിന് പറയുന്ന പേരാണ് മിനറലൈസേഷൻ അല്ലെങ്കിൽ ധാതുവൽക്കരണം. മിനറലൈസേഷൻ അല്ലെങ്കിൽ ധാതുവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ പറഞ്ഞ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഈ ഹ്യൂമസ് എന്ന് പറയുന്ന ഡാർക്ക് കളേർഡ് പാർട്ടിക്കിള് ഈ ഹ്യൂമസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു. ആര് ഡീഗ്രേഡ് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഈ ഹ്യൂമസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മിനറലൈസേഷൻ അല്ലെങ്കിൽ ധാതുവൽക്കരണം. അതായത് മിനറലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ന്യൂട്രിയൻസ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഹ്യൂമസ് എന്നറിയപ്പെടുന്നത്. മിനറലൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് മിനറൽസ് അല്ലെങ്കിൽ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീകമ്പോസിഷന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ജീർണനം എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് എപ്പോഴും ഓക്സിജൻ ആവശ്യമാണ്. അപ്പം അനേറോബിക് കണ്ടീഷനിൽ ഒരിക്കലും ഡീകമ്പോസിഷൻ നടക്കുന്നില്ല. ഡീകമ്പോസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ ആവശ്യമാണ്. ഇനി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഡീകമ്പോസിഷൻ നന്നായിട്ട് നടക്കുന്നത്. അതുപോലെ സോയിൽ മോയ്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു നനവുള്ള എൻവയോൺമെൻറ്റിലാണ് ഡീകമ്പോസിഷൻ നല്ല രീതിയിൽ നടക്കുന്നത്. അതായത് നന്നായിട്ട് വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കുറവായിരിക്കും. എന്നാൽ കുറച്ച് നനവുള്ള അതായത് ഒരു മോയിസ്റ്റ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്ക്
ഓക്സിജൻ ആവശ്യമാണ്. ഹൈ ടെമ്പറേച്ചറാണ് ഇവരെപ്പോഴും ഫേവർ ചെയ്യുന്നത്. അതുപോലെ മോയിസ്റ്റ് എൻവയോൺമെൻറ്റുമാണ് ഇവർ ഫേവർ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നോക്കിയത് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ആദ്യത്തെ പാർട്ടാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.